അഖിൽ, അഭിമന്യുവിന്റെ ഓർമ്മകൾക്ക് മുൻപിലാണ് അഖിൽ അവിടെ വട്ടവടയിൽ നിൽക്കുന്നത്, ആ സ്മൃതി കുടീരത്തിന് മുൻപിൽ. ഇന്നവിടെ പുഷ്പാർച്ചനയും ഒക്കെയായി അഭിമന്യുവിനെ, അവന്റെ ജന്മനാട് ഒരിക്കൽ കൂടി ഓർത്തെടുക്കുകയാണ്. എപ്പോഴാണ് പുഷ്പാർച്ചനയും പൊതുസമ്മേളനവും മറ്റു കാര്യങ്ങളുമൊക്കെ? മനു, വട്ടവട എന്ന കാർഷിക ഗ്രാമത്തിൽ നിന്ന് മഹാരാജാസ് കോളേജിലേക്ക് ഒരു ശാസ്ത്രജ്ഞനാകുക എന്ന സ്വപ്നത്തോടെ ചേക്കേറിയ അഭിമന്യുവിൻ്റെ 8ാം അമരസ്മരണയുണർത്തുന്ന ദിനമാണിന്ന്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ രക്തസാക്ഷി കുടീരത്തിൽ രാവിലെ 10 മണിയോടുകൂടി നൂറുകണക്കായ വിദ്യാർത്ഥികളെത്തി പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്യും. ഇടുക്കിയിലെ CPIM പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവും മുൻ MLAയുമായിട്ടുള്ള MM മണി അനുസ്മരണ പ്രഭാഷണം നടത്തും. അത്തരത്തിൽ ഈ നാടിൻ്റെ പേര്, വട്ടവട എന്ന കാർഷിക ഗ്രാമത്തിൻ്റെ പേര് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തിച്ച അഭിമന്യു എന്ന ധീരസഖാവിൻ്റെ വർഗീയത തുലയട്ടെ എന്ന വാചകം ആ രക്തസാക്ഷി കുടീരത്തിൽ ഇപ്പോഴും അലയടിക്കുന്നുണ്ട്. SDPI പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ 2018 ജൂലൈ മാസം 2-ാം തീയതിയാണ് ഒരു നാടിൻ്റെ സ്വപ്നമായിരുന്ന അഭിമന്യുവിൻ്റെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കി ഒരു നാടിൻ്റെ സ്വപ്നം ഇല്ലാതാക്കിയത്. അതിനു മുൻപ് തന്നെ ഈ നാട്ടിലെ വട്ടവടയിലെ ഗ്രാമസഭയിൽ വെച്ച് അഭിമന്യു ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു വട്ടവടയിൽ സർക്കാർ ജോലിക്കാരില്ല, അല്ലെങ്കിൽ വട്ടവടയിൽ കൃത്യമായി വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലൊരു ലൈബ്രറി ഒരുക്കുക എന്നുള്ളതായിരുന്നു അതിനു മുൻപ് ചേർന്ന ഗ്രാമസഭയിൽ അഭിമന്യു ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അഭിമന്യുവിൻ്റെ മരണശേഷം CPIM പാർട്ടിയുടെ നേതൃത്വത്തിൽ 2 ലക്ഷത്തോളം പുസ്തകങ്ങൾ ചേർന്ന ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയൊരു ലൈബ്രറി ഈ വട്ടവടയിൽ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ നാടിന് വേണ്ടി എന്നെന്നും പ്രവർത്തിച്ച, ഈ നാടിനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന കാർഷിക ഗ്രാമമാണ്. വളരെ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് വട്ടവട. ഈ വട്ടവടയിലെ ഒറ്റമുറി വീട്ടിൽ നിന്നാണ് പല പ്രതിസന്ധികളോടും പോരാടിക്കൊണ്ട് അഭിമന്യു എന്ന വിദ്യാർത്ഥി മഹാരാജാസ് കോളേജ് വരെ എത്തിയത്. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കലാലയത്തിലേക്ക് എത്തിയത് 2ാം വർഷ രസതന്ത്ര വിദ്യാർത്ഥിയായിരിക്കെ ശാസ്ത്രജ്ഞനാകണമെന്ന സ്വപ്നവും പേറിയാണ് വട്ടവടയിൽ നിന്ന് അഭിമന്യു എറണാകുളത്തിനുള്ള വണ്ടി കയറിയത്. അവിടെ വെച്ചാണ് SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും തീവ്രവാദികൾ അഭിമന്യുവിൻ്റെ നെഞ്ചിലേക്ക് വർഗീയത തുലയട്ടെ എന്ന വാചകം ചുവരിൽ എഴുതിയതിൻ്റെ പേരിൽ കടാര നെഞ്ചിലേക്ക് കുത്തിയിറക്കി ഒരു നാടിൻ്റെ സ്വപ്നവും ഒരു വീടിൻ്റെ സ്വപ്നവും ഇല്ലാതാക്കിയത്. SFI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. മഹാരാജാസ് കോളേജിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥി നേതാവും പ്രിയങ്കരനായ സുഹൃത്തുമായിരുന്നു. അധ്യാപകർക്കൊക്കെ ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. അത്തരത്തിൽ ഒരു നാടിൻ്റെയും ഒരു കലാലയത്തിൻ്റെയും എല്ലാമായിരുന്ന അഭിമന്യുവിൻ്റെ 8ാം ഓർമ്മ പുതുക്കുന്ന ദിനമാണ്. ആ അമരസ്മരണയ്ക്ക് മുന്നിലാണ് ഇപ്പോൾ നമ്മൾ വട്ടവടയിൽ ഈ രക്തസാക്ഷി കുടീരത്തിന് മുന്നിൽ നിൽക്കുന്നത്. മനു, ശരി, അഭിമന്യുവിന്റെ ഓർമ്മകൾ ജ്വലിക്കുകയാണ് വട്ടവടയിൽ നിന്ന്. ജന്മനാട് പ്രിയ സഖാവിനെ, പ്രിയ മകനെ ഓർത്തെടുക്കുകയാണ്. കാരണം അത്രയേറെ സ്മരണകൾ ഇരമ്പുന്നുണ്ട്.